ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മൈ ചാനൽ ട്രാവലിംഗ് ടു സക്സസ്ഫുൾ ലൈഫ്. നമ്മൾ ഇലാസ്തികതയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഇലാസ്റ്റിസിറ്റി അതിനകത്ത് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ എന്താണെന്ന് പറഞ്ഞു. അതിനകത്ത് സ്ട്രെയിനിൻ്റെ ഡിവിഷൻസാണ് ഇനി വരുന്നത്. അനദൈർഘ്യ സ്ട്രെയിൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിന്ന് നമുക്ക് നോക്കാം. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. HSA നേടണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ പഠിക്കുക കേട്ടോ. അനുദൈർഘ്യ സ്ട്രെയിൻ ഒരു വസ്തുവിൻ്റെ നീളത്തിലുണ്ടാവുന്ന വ്യത്യാസവും യഥാർത്ഥ നീളവും തമ്മിലുള്ള അനുപാതത്തെയാണ് അനുദൈർഘ്യ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വോളിയം സ്ട്രെയിൻ എന്താണെന്ന് നോക്കാം കേട്ടോ. വ്യാപ്ത വിരൂപണം ദ്രവചലിത മർദ്ദം ഉണ്ടാക്കുന്ന രൂപമാറ്റത്തെയാണ് വോളിയം സ്ട്രെയിൻ അഥവാ വ്യാപ്ത വിരൂപണം എന്ന് പറയുന്നത്. നമ്മൾ അനുദൈർഘ്യ സ്ട്രെയിൻ എന്താണെന്ന് പറഞ്ഞു. ഒരു വസ്തുവിൻ്റെ നീളത്തിലുണ്ടാവുന്ന വ്യത്യാസവും യഥാർത്ഥ നീളവും തമ്മിലുള്ള അനുപാതത്തെയാണ് അനുദൈർഘ്യ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് ΔL/L എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ, അതാണ് L എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ΔL/L എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വ്യാപ്ത വിരൂപണം അഥവാ വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെയിൻ എന്താണ്? ദ്രവചലിത മർദ്ദം ഉണ്ടാക്കുന്ന രൂപമാറ്റത്തെയാണ് വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളളവിലുണ്ടാകുന്ന വ്യത്യാസവും യഥാർത്ഥ ഉള്ളളവും തമ്മിലുള്ള അനുപാതമാണ് വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത്. വോളിയം സ്ട്രെയിനെ ഡിനോട്ട് ചെയ്യുന്നത് ΔV/V എന്ന്, അതാണ് എൻ്റെ ഇക്വേഷൻ കേട്ടോ. ΔV ചേഞ്ചിങ് വോളിയമാണ് കേട്ടോ. അടുത്തതാണ് നമുക്ക് ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിംഗ് സ്ട്രെയിൻ എന്താ നമ്മൾ പറഞ്ഞില്ല, നോക്കിക്കേ. അതായത് ΔX/L = tan θ എന്നാണ് നോട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇവിടെ ഒരു വസ്തു എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ ഒരു വസ്തു ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു വസ്തു, ആ വസ്തുവിന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഈ വസ്തുവിന് മുന്നോട്ടായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ വസ്തു ഇവിടെ നിന്ന് ഇങ്ങനെ വസ്തുവിൻ്റെ പൊസിഷൻ്റെ ഒരിത് ഇങ്ങനെയായി വരുന്നു. അപ്പോൾ ആ വസ്തുവിൻ്റെ ഇത് ഞാനിതിങ്ങനെ ഇങ്ങനെ വരയ്ക്കാം. നോക്കൂ. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. ആ വസ്തുവിന് ഞാനിങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അത് ഒരു സ്ലോപ്പ് അല്ലേ, ഒരു ചെരിഞ്ഞ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു ആംഗിൾ ഉണ്ടല്ലേ, ഈ ആംഗിളാണ് എന്തെന്ന് പറയുന്നത്? തീറ്റ എന്ന് പറയുന്നത്. അത് തീറ്റ എന്ന് പറയുന്നത് വളരെ എന്താണ്, ചെറുതാണ് കേട്ടോ. ടാൻ തീറ്റ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ വസ്തുവിൻ്റെ ലെങ്ത് എന്നതാണ് നമ്മൾ L എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന ഇതുണ്ടോ, ഈ ഒരു സ്പേസില്ലേ, ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ആപേക്ഷിക റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. അതായത് ആപേക്ഷിക സ്ഥാനാന്തരം. അതാണ് നമ്മൾ ΔX എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ΔX പ്രയോഗിച്ച ടാൻജൻഷ്യൽ ബലത്തിൻ്റെ ഫലമായി സിലിണ്ടറിൻ്റെ എതിർവശവും ആയി ഉണ്ടാക്കുന്ന ആപേക്ഷിക സ്ഥാനാന്തരം എന്നാണ് നമ്മൾ ΔX എന്നെടുക്കുന്നത്. ΔX എന്താണെന്നാണ് പറയുന്നത്? പ്രയോഗിച്ച ടാൻജൻഷ്യൽ ബലം. നമ്മളൊരു ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി ഇതൊരു സിലിണ്ടറായി കണക്കാക്കുക. ഒരു വസ്തു എന്ന് ഓർക്കുക, ആ ഒരു വസ്തുവിൻ്റെ എതിർവശവുമായി ഉണ്ടാക്കുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ, അതാണ് ആപേക്ഷിക സ്ഥാനാന്തരം എന്ന് പറയുന്നത്. നമ്മളപ്പോൾ ΔX എന്ന് പറയുന്നത് ആപേക്ഷിക സ്ഥാനാന്തരം. ടാൻ തീറ്റ എന്ന് എഴുതിയിട്ടില്ലേ, ആ ടാൻ തീറ്റ വളരെ അധികം ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടാൻ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം? അപ്രോക്സിമേറ്റ്ലി എന്താണ്, വളരെ ചെറുതാണ്. അതുകൊണ്ട് തീറ്റയായിട്ട് എടുക്കാം അത്. അപ്പോൾ ദെൻ അതിൻ്റെ ഷിയറിംഗ് സ്ട്രെയിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്, നമുക്ക് തീറ്റ കണ്ടുപിടിക്കാനായിട്ട് θ = എങ്ങനെ എഴുതാം? ΔX/L എന്നുള്ള ഇക്വേഷന് കേട്ടോ.
അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. തീറ്റ എന്ന ആ ഒരു ആംഗിള് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇലാസ്റ്റിക് മോഡുലസുകളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹുക്സ് ലോ പഠിക്കാനുണ്ട്. ഹുക്സ് ലോ എന്ന ഹുക്കിൻ്റെ നിയമം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഫിസിക്സ് അല്ലേ, അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുന്നതാണ്. എന്താണെന്ന് നോക്കാം. ഹുക്സ് ലോ എന്താണ്? ചെറിയ രൂപമാറ്റങ്ങൾക്ക് സ്ട്രെസ്സും സ്ട്രെയിനും നേർ അനുപാതത്തിലാണ്. എന്താണെന്ന് കൂടുതലായിട്ട് നോക്കാം. സ്ട്രെസ്സും സ്ട്രെയിനും നേർ അനുപാതത്തിലാണെന്നാണ് നമ്മൾ പറഞ്ഞതല്ലേ. അപ്പോൾ സ്ട്രെസ്സ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അതാണ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു, പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റി കഴിയുമ്പോൾ സ്ട്രെസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ എന്നെഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇലാസ്തികതയുടെ മോഡുലസ്. ഇലാസ്തികതയുടെ മോഡുലസ് കെ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് കേട്ടോ ഇലാസ്തികതയുടെ മോഡുലസ് എന്ന് പറയുന്നത്. സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഈക്വൽ സൈൻ ചേർക്കാനായിട്ട് കെ കൊണ്ട് അല്ലേ, കെ ഇൻറ്റു സ്ട്രെയിൻ എന്ന് എഴുതിയിരിക്കുന്നത്. കെ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. പിന്നെ ഈ ഇലാസ്തികതയുടെ മോഡുലസ് കെ ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കലാണ്. നമ്മുടെ പാസ്കൽ നേരത്തെ പറഞ്ഞായിരുന്നു. സ്ട്രെസ്സിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? പാസ്കലാണ് അല്ലേ. അപ്പോൾ സ്ട്രെയിനിന് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. സ്ട്രെയിനിന് യൂണിറ്റും ഡയമെൻഷനും ഇല്ല. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് പഠിക്കാനുള്ളത്. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ വരുമ്പോൾ നോക്കി, സീറോ മുതൽ ഓരോരോ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ പ്രത്യേകതകളുണ്ട് ഓരോ പൊസിഷനിൽ എത്തുമ്പോഴും. 0 O മുതലൊന്നും കൂട്ടാട്ടോ, ഓയാട്ടോ. O മുതൽ A വരെയുള്ള പൊസിഷൻ കണ്ടോ, കാണിച്ചേക്കുന്നുണ്ടോ? അവിടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകതകളാണ് ഞാനിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. സ്ട്രെസ്സ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അവിടെ ഹുക്സ് ലോ എങ്ങനെയാണ് ഒബേ ചെയ്യുന്നുണ്ട്. സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹുക്സ് ലോ ആണ് അല്ലേ. ഹുക്സ് ലോ ഒബേയ്ഡ് ആണ്. അതുപോലെ തന്നെ അത് എന്താണ്? ഇലാസ്റ്റിക് ആണ് ഇവിടെ. പിന്നെ പോയിൻ്റ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്നാണ് ആ പോയിൻ്റ് അറിയപ്പെടുന്നത്. നമുക്ക് മലയാളമാണ് ആവശ്യം. അതാണ് ആനുപാതിക പരിധി എന്ന് പറയുന്നത് കേട്ടോ. എ എന്ന പോയിൻ്റ് മനസ്സിലായില്ലേ. ഇനി അടുത്തതാണ് നമ്മൾക്ക്, ഞാൻ അടുത്ത പോയിന്റിലേക്ക് കിടക്കുകയാണെങ്കിൽ എ തൊട്ട് ബി വരെയുള്ള പോയിൻ്റ് അല്ലേ. എ തൊട്ട് ബി വരെയുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് അത് എന്താണ്? ഇലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ബി എന്ന പോയിൻ്റ് അറിയപ്പെടുന്നത് സ്ട്രെസ് ലിമിറ്റ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. സ്ട്രെസ് ലിമിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വസ്തുവിൻ്റെ സ്ട്രെസ്സിനെ നമ്മൾ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നു. ഇവിടെ ഈ ഒരു വസ്തുവായിട്ട് കണക്കാക്കുക കേട്ടോ. അതായത് ഇങ്ങനെ ഒരു വസ്തുവിനെ നമ്മൾ വലിച്ച് നീട്ടി ഇങ്ങനെ ആ ഒരു എന്തോരം നീട്ടാൻ പറ്റുന്നുവോ ആ ഒരു ഇതിൽ വരെ നീട്ടിയെടുക്കുന്നതായിട്ടാണ് അതാണ് നമ്മൾ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബി എന്ന് പറയുന്നത് സ്ട്രെസ് ലിമിറ്റാണ്. ആ വസ്തുവിൻ്റെ സ്ട്രെസ്സിനെ നമ്മളുടെ ഈൽഡ് സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? ഈൽഡ് സ്ട്രെങ്ത്. അടുത്ത ബി തൊട്ട് സി വരെയുള്ള പോയിൻ്റ്. ബി തൊട്ട് സി വരെ എന്ന് പറയുമ്പോൾ ഇവിടെ സ്ട്രെസ്സിനേക്കാൾ കൂടുതൽ വരുന്നത് സ്ട്രെയിനാണ് വരുന്നത്. നമ്മൾ കൂടുതൽ ബലം കൊടുക്കുകയാണെങ്കിൽ സ്ട്രെസ്സിനേക്കാൾ കൂടുതൽ എന്താണ് സംഭവിക്കുന്നത്? സ്ട്രെയിൻ വരുന്നു. അതാണ് ബി തൊട്ട് സി വരെയുള്ള പോയിൻ്റ്. ഇനി അടുത്തത് സി തൊട്ട് ഡി വരെയുള്ള പോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറുന്നു? പ്ലാസ്റ്റിക് ബിഹേവിയറിലേക്ക് കൺവേർട്ട് ആവുകയാണ് അവിടെ. വസ്തു ഇത്രയും നേരം വരെ എന്തായിരുന്നു? ഇലാസ്റ്റിക് മോഡിലായിരുന്നു. പിന്നെ ഇനി സി തൊട്ട് ഡി വരെ പ്ലാസ്റ്റിക് ബിഹേവിയർ അങ്ങാകുകയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബിഹേവിയർ മീൻസ് പ്ലാസ്റ്റികത അല്ലേ. പ്ലാസ്റ്റികത എന്നാണ് മലയാളം വേർഡ്. അടുത്തത് ഡി എന്ന പോയിന്റിൽ എത്തുമ്പോഴത്തേനും അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ് അവർ വരുന്നത്. ഡി എന്ന പോയിന്റിൽ നമ്മൾ അറിയപ്പെടുന്ന പോയിന്റിൻ്റെ പേരാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡി എന്ന പോയിന്റ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്നറിയപ്പെടുന്നു. അടുത്തത് ഡി തൊട്ട് ഇ വരെയുള്ള പോയിന്റ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അത് ഡി തൊട്ട് ഇ വരെയുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പോയിന്റിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാനേ പറ്റൂ. അത് രണ്ടും
അപ്രോക്സിമേറ്റ്ലി ചിലപ്പോൾ അത് ഈക്വലായിട്ട് വരാം, തൊട്ടടുത്ത് തന്നെ വരാം. ഡിയും ഇയും ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടാവാറില്ല. ഇതിപ്പോൾ ഞാനിങ്ങനെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. അത് ചിലപ്പോൾ കൂടുതലും അടുത്താകാം. അടുത്താണെങ്കിൽ ആ പോയിന്റിന് നമ്മൾ ബ്രിട്ടിൽ എന്നാണ് പറയുന്നത്. അടുത്താണെങ്കിൽ ബ്രിട്ടിൽ ഫങ്കുരം എന്ന് പറയുന്നു കേട്ടോ. അകലെയാണെങ്കിൽ ഡക്ടൈൽ എന്ന് പറയുന്നു. ഡക്ടൈൽ. ഓക്കെ, മനസ്സിലായോ? അതിൻ്റെ ഇതാണ്, നോട്ടാണ് കാണിച്ചിരിക്കുന്നത്. എ തൊട്ട് ബി വരെയുള്ള നമ്മൾ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു. ബി എന്ന പോയിന്റ് സ്ട്രെസ് ലിമിറ്റ് എന്ന് പറഞ്ഞു. അത് ഈൽഡ് സ്ട്രെങ്ത് എന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? വസ്തുവിൻ്റെ സ്ട്രെസ്സിനെയാണ് ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ബി തൊട്ട് സി വരെ എന്ന സ്ട്രെയിനാണ് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ സി ടു ഡി എന്ന് പറഞ്ഞ പോയിന്റ് പ്ലാസ്റ്റികതയാണ് അവിടെ വരുന്നത്. പിന്നെ ഡി എന്ന പോയിന്റ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. പിന്നെ ഡിയും ഇയും തൊട്ടടുത്താണെങ്കിൽ ബ്രിട്ടിൽ എന്ന് പറയുന്നു, അകലെയാണെങ്കിൽ ഡക്ടൈൽ എന്ന് പറയുന്നു. ഓക്കെ, ഇലാസ്റ്റിക് മോഡുലസുകൾ. എന്താണ് ഇലാസ്റ്റിക് മോഡുലസുകൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് യങ്സ് മോഡുലസ്, ഷിയർ മോഡുലസ്, ബൾക്ക് മോഡുലസ്. 3 തരമാണ് മോഡുലസുകളുള്ളത്. അപ്പോൾ യങ്സ് മോഡുലസ് എന്താണെന്ന് നോക്കാം കേട്ടോ. യങ്സ് മോഡുലസ് എന്ന് പറയുമ്പോൾ y എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നോക്കിക്കേ, ടെൻസൈൽ അല്ലെങ്കിൽ കംപ്രഷൻ സ്ട്രെസ്സിൻ്റെയും, ടെൻസൈൽ സ്ട്രെസ് എന്നോ കംപ്രഷൻ സ്ട്രെസ് എന്നോ പറയാം. ടെൻസൈൽ അല്ലെങ്കിൽ കംപ്രഷൻ സ്ട്രെസ്സിൻ്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിൻ്റെയും ഹരണഫലത്തെയാണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ടെൻസൈൽ സ്ട്രെസ്സിനെ നമ്മൾ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുക. ലോഞ്ചിറ്റ്യൂഡിനൽ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് F/A ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് Δl/L ആണ് അല്ലേ? അതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യങ്സ് മോഡുലസ് എന്താണെന്ന് മനസ്സിലായില്ലേ? എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, സ്ട്രെസ്സാണ്. അവിടെ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് പാസ്കലാണ്, അല്ലെങ്കിൽ Nm/m² എന്ന് പറയുന്നത്. അടുത്തത് ഷിയർ മോഡുലസ്. ഷിയർ മോഡുലസ് എന്താണ്? ഷിയറിങ് സ്ട്രെസ്സിൻ്റെയും അതുണ്ടാക്കുന്ന ഷിയറിങ് സ്ട്രെയിനിൻ്റെയും അനുപാതത്തെയാണ് അനുരൂപണ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഷിയറിങ് സ്ട്രെസ്സിൻ്റെയും അതുണ്ടാക്കുന്ന ഷിയറിങ് സ്ട്രെയിനിൻ്റെയും അനുപാതത്തെ അനുരൂപണ മോഡുലസ് അഥവാ റിജിഡിറ്റി മോഡുലസ് അഥവാ ഷിയർ മോഡുലസ് എന്ന് പറയുന്നു. ഇതെല്ലാം ഒരു വേർഡ് തന്നെയാണ് കേട്ടോ. അപ്പം മൂന്നായിട്ട് ഷിയർ മോഡുലസിന് 2 പേരുകളുണ്ട്. അതാണ് റിജിഡിറ്റി മോഡുലസ് അഥവാ മലയാളത്തിലാണെങ്കിൽ അനുരൂപണ മോഡുലസ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ വരുമ്പോൾ എന്താ വരുന്നത്? ഇക്വേഷൻ വരുമ്പോൾ എങ്ങനെ വരും? ഷിയർ മോഡുലസ് ജി ആണ്. ജി ഈസ് ഈക്വൽ ടു F/A ഡിവൈഡഡ് ബൈ എങ്ങനെ വരുന്നു? തീറ്റ കേട്ടോ. തീറ്റ എന്ന ഇതാണ് വരുന്നത്. ഓക്കെ, ഇതെന്താണ്? ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്താണ്? ദ്രവചലിത സ്ട്രെസ്സും അതുണ്ടാക്കുന്ന സ്ട്രെയിനും തമ്മിലുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു അനുപാതത്തെയാണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. B ഈസ് ഈക്വൽ ടു -P/Δv/V എന്ന് കേട്ടോ. എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. അതിന് നമുക്ക് -PV/Δv എന്ന് എഴുതാം അല്ലേ? പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക, നോക്കി, പി നമ്മുടെ പി എന്താണ്? പി എന്താ? പ്രഷർ അല്ലേ? പ്രഷർ കൂടുമ്പോൾ വോളിയം എങ്ങനെയായിട്ട് വരുന്നു? കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? പ്രഷർ നന്നായിട്ട് നമ്മളൊരു വസ്തുവിനെ പിടിച്ചങ്ങ് നന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, നന്നായിട്ട് അങ്ങ് പീച്ചി കഴിയുമ്പോഴത്തേക്കും അവിടെ വോളിയം എങ്ങനെയാണ്? വോളിയം വികസിച്ച് വരുമോ നമ്മൾ പിടിച്ച് പീച്ചിട്ടുണ്ടെങ്കിൽ? ഇല്ലല്ലോ. നമ്മൾ നന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്താൽ വോളിയം സ്വാഭാവികമായിട്ടും കുറയും അല്ലേ? അതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്. പ്രഷർ നെഗറ്റീവ് പി, വോളിയം കുറയല്ലേ, അതുകൊണ്ട് കേട്ടോ നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത് പി. അതാണ് ബൾക്ക് മോഡുലസ് B ഈസ് ഈക്വൽ ടു -PV/Δv എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് നമുക്ക് നോക്കാം സങ്കോചക്ഷമത. എന്താണ് സങ്കോചക്ഷമത? കംപ്രസിബിലിറ്റി. നമ്മൾ K ആണ് കേട്ടോ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ബൾക്ക് മോഡുലസിൻ്റെ വ്യുൽക്രമത്തെയാണ്
ബൾക്ക് മോഡുലസിൻ്റെ വിൽക്രമത്തെയാണ് സങ്കോചക്ഷമത എന്ന് വിളിക്കുന്നത്. ബൾക്ക് മോഡുലസിൻ്റെ വിൽക്രമത്തെയാണ്. ബൾക്ക് മോഡുലസ് എന്തായിരുന്നു? ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് -PV/ΔV ആണല്ലേ. വിൽക്രമം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് വരുന്നു? നേരെ തിരിച്ചു വരുന്നു അല്ലേ. അതിനെയാണ് സങ്കോചക്ഷമത എന്ന് പറയുന്നത്. യൂണിറ്റ് മർദ്ദ വർധനവിൽ ഉള്ളളവിലെ വർധനവും യഥാർത്ഥ ഉള്ളളവും തമ്മിലുള്ള ഹരണഫലത്തെ എന്തെന്ന് പറയുന്നു? കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. കംപ്രസിബിലിറ്റി നമ്മുടെ K അല്ലേ, അതായത് സങ്കോചക്ഷമത എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള നിർവചനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കംപ്രസിബിലിറ്റി K = 1/B. 1/B എന്നത് നമുക്കറിയാം. 1/B എന്താ? 1 ബൾക്ക് മോഡുലസ്. അതായത് അതാണ്ട് നേരെ വിൽക്രമം നമ്മൾ പറഞ്ഞില്ലേ, അതാണ് എഴുതിയിരിക്കുന്നത്. -1/Δp × Δv/V. B എന്ന് പറയുമ്പോൾ നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ വോളിയം, ഒറിജിനൽ വോളിയം, അതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നോക്കി, ഇക്വേഷനൊക്കെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഓരോന്നും നന്നായി തന്നെ പഠിക്കുക. വസ്തുക്കളുടെ കംപ്രസിബിലിറ്റി ദ്രാവകങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഖരവസ്തുക്കളുടെ കംപ്രസിബിലിറ്റി എങ്ങനെയാണ്? ദ്രാവകങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, മർദ്ദത്തിൻ്റെ അതേ യൂണിറ്റ് തന്നെയാണ് കംപ്രസിബിലിറ്റിയുടെ യൂണിറ്റ് കേട്ടോ, പാസ്കൽ. ഓക്കെ, ഇപ്പം നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന പോർഷനാണ് പഠിച്ചു കഴിഞ്ഞത്. അതിന് നമുക്ക് അതിനകത്ത് വരുന്ന സർഫസ് ടെൻഷനും വിസ്കോസിറ്റി അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കുക. ഓക്കെ, താങ്ക് യു.